ചലോ ബായ് ബായ്. നമ്മളിന്ന് വീണ്ടും ലേയിലേക്ക് പോവുകയാണ്. ഇന്ന് 2 ഹൈ പാസസ് ഉണ്ട്. ഒന്ന് നംകീല, 2 ഫോർട്ടൂല. ഫോർട്ടീല എന്ന് പറഞ്ഞ വേറെ പാസ്സുണ്ട്, അത് വേറെ സ്ഥലമാണ്. അതുമാത്രമല്ല ഇന്നിപ്പോൾ ഒരു വാർ മ്യൂസിയം ഉണ്ട് ഇവിടെ കാർഗിലിൽ തന്നെ. ഇത് കാർഗിലാണ് ആക്ച്വലി. ഇന്നലെ വൈകിട്ട് സ്റ്റേ ചെയ്തത് കാർഗിലാണ്. കുഴപ്പമില്ലായിരുന്നു സ്റ്റേ. ബൈക്ക് സോഫാർ സോഫ് ഗുഡ്. പക്ഷേ 2 തവണ ചെക്ക് എൻജിൻ വാണിംഗ് കാണിച്ചു. അത് പക്ഷേ ഓഫ് ചെയ്തപ്പോൾ ഓൺ ചെയ്ത് തന്നെ ഇല്ലാതായി. സോ ലേയിലെത്തിയിട്ടൊന്ന് ഷോറൂമിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം. വേറെ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് കാണുന്നില്ല. വണ്ടി സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. സോ നമുക്കൊന്ന് മാക്സിമം കവർ ചെയ്യണം. വലിയ ദൂരമില്ല, 218 220 അങ്ങനെ എന്തോ ആണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കുള്ള റൂം. ഇത് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വാർ മ്യൂസിയമാണ്. അത് 9 മണിക്ക് തുറക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത് തുറക്കുമായിരിക്കണം. ടെമ്പറേച്ചർ കുഴപ്പമില്ല, സാധാരണ ടെമ്പറേച്ചർ, നമ്മുടെ നാട്ടിലേക്കുള്ളൊരു ടെമ്പറേച്ചർ മാത്രമേ. പക്ഷേ ഭയങ്കര ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മൊത്തത്തിൽ. പെട്രോൾ ഫില്ല് ചെയ്തു. വി ആർ റെഡി ടു ഗോ. ഇവിടെ ഞാൻ വാർ മ്യൂസിയത്തിനെ കുറിച്ച് അന്വേഷിച്ചു, പക്ഷെ ഒരാൾക്കും അറിയുന്നില്ല ഇത് എവിടെയാണെന്ന്. ഞാൻ കുറേ തപ്പി. എനിക്ക് തോന്നുന്നു ഞാൻ അത് മിസ് ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം കാർഗിൽ വാർ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ളത് ദ്രാസിലാണ്, അതായത് ഇന്നലെ നമ്മൾ കവർ ചെയ്ത സ്ഥലത്തിലാണ്. സോ ഐ തിങ്ക് അത് നമ്മൾ മിസ്സായിപ്പോയി എന്ന് തോന്നുന്നു. ഭയങ്കര ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലമായിരുന്നു വാർ മെമ്മോറിയൽ. രാജ്യത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ പട്ടാളക്കാർ ജീവൻ വെടിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം പേര് അതിലെഴുതിയിട്ടുണ്ട്. സോ ടൈഗർ ഹിൽസൊക്കെ ഇന്നലെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അൺഫോർച്ചുനേറ്റ്ലി മഴ ആയതുകൊണ്ട് എനിക്ക് അതൊന്നും എല്ലാം കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വേണമെങ്കിൽ ഫോട്ടോസ് ഇട്ടാം. ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഫോട്ടോ ഇല്ല. ഞാൻ അവിടെ ഇരുന്ന് ഒരു കഫറ്റീരിയയിൽ നിർത്തി ചായ കുടിക്കായിരുന്നു, ആ സമയത്തുള്ള ഫോട്ടോ ആണ്. സോ ടൈഗർ ഹിൽസൊക്കെ ഭയങ്കര വലിയ ഹിസ്റ്ററി അത്. പാകിസ്ഥാനിൻ്റെ എത്ര ഇൻഫൻട്രി ആർമി അവിടെ ടൈഗർ ഹിൽസ് പിടിച്ചടക്കി. അവസാനം നമ്മളുടെ സിഖ് റെജിമെൻറ്റിലുള്ള 8 പേര് അവിടെ പോയിട്ട് അതിന് എതിർത്ത് ഫൈറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ ഫെയിലായി. അപ്പോഴാണ് നമുക്ക് അവിടെ എത്രത്തോളം പാകിസ്ഥാൻ്റെ ആർമി അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ തിരിച്ചടിച്ച് അവിടെ പിടിച്ച് അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ കാർഗിൽ ദിവസമൊക്കെ ഇതാക്കുന്നത്. എനിക്ക് അറിഞ്ഞും കേട്ടുള്ള അറിവാണ്, ഞാൻ കൃത്യമായിട്ടുള്ള അറിവൊന്നുമല്ല. ഞാൻ ഇന്നലെ വരുന്ന സമയത്തൊന്ന് വിക്കിപീഡിയയും കൂടി നോക്കി. വിക്കിപീഡിയ മോസ്റ്റ്ലി ചില സമയങ്ങളിലൊക്കെ അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കാണിക്കാറുണ്ട്. പക്ഷേ ഓവറോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു അതിലൊരു ഫൂട്ടേജ് ഞാൻ കണ്ടിട്ടായിരുന്നു. ഏത് ചാനലിൻ്റെയാണെന്ന് അറിയില്ല. പണ്ടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ന്യൂസ് ചാനലിൻ്റെ BBC ആണെന്ന് തോന്നുന്നത്. അവിടത്തുള്ള വാറിനെ കവർ ചെയ്യുന്ന ഒരു ഫൂട്ടേജൊക്കെ ഉണ്ട്. ഭയങ്കരമാണ് അത്. ഫസ്റ്റ് കാര്യം ഇനി നമുക്ക് വല്ലതും കഴിക്കണം. ഇന്ന് സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചുമ്മാ തട്ടിയിട്ടാണ് ഇറങ്ങാറ്. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന്. ബേസിക്കലി ഞാനൊരു നോ ഷുഗർ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് അത് ഇങ്ങനത്തുള്ള സ്ഥലങ്ങളിലൊന്നും നടക്കില്ല. ഇവിടെ ഷുഗർ ക്രേവിങ് അല്ല, ഷുഗർ നീഡഡ് ആണ്. നമുക്ക് എനർജി തരുന്ന ഒരേ ഒരു സാധനം, അല്ലെങ്കിൽ നമുക്ക് എനർജി തരുന്ന പല സാധനങ്ങളിലൊന്ന് ഷുഗറാണ്. സോ ഇത്രയും ദിവസങ്ങളിൽ ഇന്നലെ രാത്രി മാത്രമാണ് ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചത്. ശരിക്കും ഒരു പ്രോപ്പർ ഫുഡ് എന്ന് കഴിച്ചത് ഇന്നലെയാണ്. ഈ റോഡിൽ പിന്നെ പെട്രോൾ പമ്പിനൊന്നും ഒരു ക്ഷാമമില്ല. പെട്രോൾ പമ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് പെട്രോൾ പമ്പ് കിട്ടാതിരിക്കുന്നത് ഇനിയുള്ള ഡേയ്സിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ക്യാന് വാങ്ങിച്ചതിൽ പെട്രോൾ കരുതേണ്ടി വരും. നമ്മൾ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. വണ്ടി കുറച്ച് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലൊക്കെ ഓടിക്കേണ്ടി വരും. മെയിൻലി ഇതുപോലത്തുള്ള ഷോർട്ട് ഗിയറിംഗ് ആയിട്ടുള്ള വണ്ടികളിലെല്ലാം ഫ്രീക്വൻ്റ്ലി ഗിയർ ചേഞ്ച് വരുന്ന സമയത്ത് എന്തായാലും മൈലേജ് ഡ്രോപ്പ് ആവും. എന്തായാലും നമ്മൾ അതൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ നമ്മൾ പാസസ് ഒന്നും കയറിയിട്ടില്ല. എത്തുന്നതിന് മുമ്പ് ഉള്ളൊരു ഡാബിൽ കയറി ആലു പറാത്ത, ചായ, കുറച്ച് വെള്ളവും കുടിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പോവുകയാണ്. ഒരുപാട് ബൈക്കേഴ്സിന് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് ഞാനിപ്പോഴാണ് ബൈക്കേഴ്സ് ഈ റൂട്ടിൽ ജോയിൻ ചെയ്യുന്നത് കണ്ടത്. ഇന്നലെ യമഹ ടെനറയിൽ ജർമ്മനിയിൽ നിന്ന് വന്ന 2 പേരെ ഞാൻ കണ്ടായിരുന്നു. അത് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്താണ് കണ്ടത്. അവരിപ്പോൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നത് ഞാൻ കണ്ടു വീണ്ടും. യമഹ ടെനറ ഇന്ത്യയിൽ ഇറങ്ങണം. ഒരു കിടിലൻ വണ്ടിയാണത്. ലാമയൂർക്ക് ഇനി ഏകദേശം 63 കിലോമീറ്റേഴ്സേ ഉള്ളൂ.
ലേക്ക് 186 കിലോമീറ്റേഴ്സ്. ഓക്കെ, നല്ല തണുപ്പടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമക്കില പാസ് ഇനിയുണ്ട്. ഈ ടെറൈനൊക്കെ കണ്ടോ, എന്ത് കിടിലാണ്. അവിടെ കണ്ടോ, ഇവന്താ ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിലും ടു ബി ഫ്രാങ്ക് നമുക്ക് നമ്മുടെ കണ്ണിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഉള്ള ഒരു ഇത് നമ്മൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല അവർ ബ്രെയിൻ ചില സമയത്ത്. അതിന് കുറേ കാരണങ്ങളുണ്ട്, നമ്മൾക്ക് എപ്പോഴും കാണുന്നുള്ള കാഴ്ചയല്ല അത്. ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. നമ്മൾ നംകീല ടോപ്പിലേക്ക് എത്താൻ ഇനി വെറും 2 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ. ഐ തിങ്ക് അതാണ് നംകീല ടോപ്പ് എന്ന് തോന്നുന്നു. യെസ്, അറ്റ് ലാസ്റ്റ് വി റീച്ച് നംകീല ടോപ്പ്. അപ്പോൾ നമ്മൾ നംകീല കഴിച്ചു. ഇനി കുറച്ച് ദൂരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർട്ടൂല എന്ന് പറഞ്ഞൊരു അടുത്ത ഹൈ പാസ് ഉണ്ട്. സോ ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഈ മലയുടെ ഒക്കെ ഓരോരോ ഹൈറ്റ് ഡിഫറൻസ് കണ്ടില്ലേ. ലേയിലേക്ക് 144 കിലോമീറ്റർ എന്ന് കാണിക്കുന്നത്, ഫോർട്ടൂലേക്ക് 6 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. ഇനി ഫുള്ള് കയറ്റോ. ഇത്ര നേരം ഇറക്കമായിരുന്നു, ഇനി മൊത്തം കയറ്റോ. അത് കഴിഞ്ഞ് വീണ്ടും ഇറക്കമായിരിക്കും. നമ്മൾ 4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കുറച്ചധികം റെസ്റ്റ് എടുത്തു. ഇന്നലെ 3:30 ആകുമ്പോഴേക്കും ഞാൻ റൂം എടുത്തു. കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്യാൻ കിട്ടി. ഞാൻ രാവിലെ എണീറ്റ് ഉടനെ കുളിക്കാറില്ല, കാരണം കുളിച്ചിട്ടും കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച്. കുറച്ചും കൂടി തണുപ്പ് കൂടുന്നല്ലാതെ. അപ്പോൾ എന്തായാലും ഞാനൊരു സ്ഥലത്ത് എത്തിയിട്ട് റൂമൊക്കെ എടുത്തിട്ടേ കുളിക്കാറുള്ളൂ. അപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഫ്രഷായി നല്ലോണം കിടന്ന് ഉറങ്ങി. ഒരു 8-9 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങി ഇന്നലെയാണ് ഇത്രയും എനിക്ക് കൂടുതൽ ഉറക്കം കിട്ടിയത്. ഇന്ന് നാളെ കംപ്ലീറ്റ്ലി റെസ്റ്റ് ഡേ ആണ്. റെസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ വെറുതെ കുത്തിയിരിക്കൊന്നുമില്ല, റെസ്റ്റ് എടുക്കും. കുറച്ച് പുറത്തൊക്കെ പോയി 2 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒന്ന് ലോണ്ടറി കൊടുക്കണം, പിന്നെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചെക്കപ്പിന് കൊടുക്കണം. ചെക്ക് എഞ്ചിൻ ലൈറ്റ് വന്നത് എന്താണെന്ന് ചെക്ക് ചെയ്യണം. വലിയ കാര്യമൊന്നുമില്ല, വല്ല ടെമ്പററി ആയിട്ടുള്ള വല്ല സെൻസറിൻ്റെ ഫോൾട്ട് വല്ല ആയിരിക്കും. ഫോൾട്ടായിരിക്കില്ല, ചിലപ്പോൾ ഇത്രയും ഹൈ പാസസൊക്കെ കയറുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് വന്ന എന്തെങ്കിലും ആയിരിക്കണം. ലാമയൂർക്ക് ഇനി 19 കിലോമീറ്ററേ ഉള്ളൂ. സോ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്മൂത്ത് റോഡാണെന്ന് തോന്നുന്നു. ഈ 40 കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പാസുകളൊന്നുമില്ല. നെക്സ്റ്റ് ഒരു മാഗ്നറ്റിക് ഹില്ല്, അത് കഴിഞ്ഞാൽ നേരെ സ്റ്റോൺ ഷൂട്ടിംഗ് സ്ലൈഡിങ്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഷൂട്ടിംഗ് സ്റ്റോൺ ഉള്ള സ്ഥലമാണ് കേട്ടോ. സൂക്ഷിച്ച് വണ്ടി ഓടിക്കേണ്ടത് നല്ലതാണ്. ഈ പാസസ് കയറുമ്പോൾ മാത്രമേ തണുപ്പുള്ളൂ കേട്ടോ, അല്ലാതെ താഴെ എത്തുന്ന സമയത്തൊന്നും വലിയ തണുപ്പില്ല. ഇപ്പോഴത്തെ കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അതും ബെയറബിളായിട്ട് തണുപ്പാണ്. അങ്ങനെ അൺബെയറബിൾ എന്നൊന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ വിൻ്റർ വെയർ ഇട്ടിട്ടില്ല. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും വിൻ്റർ വെയർ ഇടേണ്ടി വരും. ചാങ്ല ആണെങ്കിലും ശരി, ഉംലിംഗിലൊക്കെ ആണെങ്കിലും ശരി, അത്യാവശ്യം നല്ല കോൾഡസ്റ്റ് ആയിട്ടുള്ള റീജിയനാണ്. അതൊക്കെ 17,000-19,000 അടിയൊക്കെയാണ് മേലെ. ഫോർട്ടൂലെത്തി. $13,479 ഹയസ്റ്റ് പോയിന്റ് ഓൺ ശ്രീനഗർ ലേ റോഡ്. സോസിൽ നിന്നൊന്നല്ല, പക്ഷെ അതിൻ്റെ ഒരു ടഫ്നെസ് വരുന്നത് അവിടുത്തെ റോഡും ആ കയറ്റമാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ ലാമയൂരു എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിക്കുക. ആ കാണുന്നതാണ് ലാമയൂരു മൊണാസ്ട്രി. ഈ സ്ഥലത്തിന് പ്രത്യേകിച്ച് പറയുന്നത് മൂൺലാൻഡ് എന്നാണ്. കാരണം ഇവിടുത്തുള്ള ഒരു മലയുടെ ഒക്കെ ഒരു സ്ട്രക്ചർ വെച്ച് നമുക്ക് കറക്റ്റ് ഒരു മൂണിലൊക്കെ എത്തിയ ഒരു ഫീലിംഗ് ആണ്. കണ്ടില്ലേ ഇവിടുത്തുള്ള ഒരു ടെക്സ്ചർ കണ്ടില്ലേ, ഒരു പ്രത്യേക ടെക്സ്ചർ. ഇവിടെ ഇത്രയും ഷൂട്ടിംഗ് സ്റ്റോൺ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലകളെല്ലാം ഉണ്ടായിട്ട് ഒരുപാട് കാലമായിട്ടില്ല. അതുകൊണ്ട് ഈ മലകൾക്കൊന്നും അധികം ആയുസ്സായിട്ടില്ല. വേറെയുള്ള മലകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ആയുസ് കുറവാണ്. ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടായിട്ട് ഒരുപാട് കാലമായിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് ഈ കല്ലുകളൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നും. നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് പെറുക്കിയെടുക്കാം കല്ല്.
ഓഹ്, അത് എവിടെ തട്ടി, ഇതെവിടെ തട്ടിയെന്ന് അറിയില്ലല്ലോ. നോ പ്രോബ്ലം, മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റില്ല. കുറച്ച് നേരം സാഡിൽ ചെയ്ത് പോവാം. ശ്രീനഗറിന്ന് വരുന്ന സമയത്ത് നേരെ ഇങ്ങോട്ട് ഇതാ കാണുന്ന റോഡാണ് സംസ്കാറിലേക്ക് പോകുന്ന വഴി. ഇത് നേരെ പോയി പദം, സംസ്കാർ, പിന്നെ എന്താണ് ഷിങ്കുല അങ്ങനത്തെ കുറേ ടോപ്പുകളുണ്ട്. ഇതുപോലെ തന്നെ കുറേ ഹൈ പാസസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ദാർച്ച എത്തും. ദാർച്ച എന്ന് പറയുന്നത് ഹിമാചലിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ മണാലി. ഇനിയിപ്പോൾ ഏകദേശം ഇവിടുന്ന് ലേ എത്താൻ ഒരു അറൗണ്ട് 45 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. 45 മിനിറ്റ്സ് ഉണ്ടാവില്ല. ടൈം അറൗണ്ട് 1:20 ആയി. ഒരു 2-2:15 ആകുമ്പോൾ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കണം. സോ ഇതാണ് മാഗ്നറ്റിക് ഹില്ല്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഒപ്റ്റിക്കൽ ഇല്യൂഷനായിട്ടോ അങ്ങനെ ഒരു ഇത് വരുന്നില്ല. നോക്കേണ്ടി വരും. ഒന്നും തോന്നുന്നില്ലല്ലോ. ന്യൂട്രൽ ഇട്ട് നോക്കണോ? അങ്ങനെ ലേ എത്തിയിട്ടുണ്ട്. ഐ തിങ്ക് റൈറ്റ് സൈഡ് കാണുന്നതാണ് തോന്നുന്നു ലേ എയർപോർട്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പാങ്ങോങ്സോ 150, സോമോരാറി 223, മണാലി 475. യെസ്, KBR എയർപോർട്ടിൽ 500 മീറ്റേഴ്സ് അങ്ങോട്ട്. അപ്പോൾ ഇത് തന്നെയാണ് എയർപോർട്ട്. നമുക്ക് സാധാരണ ഡയറക്റ്റായിട്ട് എയർപോർട്ടിലേക്ക് ഫ്ലൈ ചെയ്യുകയും ചെയ്യാം കേട്ടോ. കൂടുതൽ റിസ്ക് ഒന്നും എടുക്കണ്ടെങ്കിൽ, അതായത് ഇതുപോലെ ചുറ്റിത്തിരിഞ്ഞ് വരണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലേ വന്നിട്ട് ഒരു 2-3 ഡേയ്സൊക്കെ താമസിച്ച് അക്ലമറ്റൈസായി വേണമെങ്കിൽ നമുക്ക് ബാക്കിലൂടെ എക്സ്പ്ലോർ ചെയ്യാം. അതെല്ലാം നമുക്ക് ലഡാക്ക് മാത്രമല്ല, ഒരു സർക്യൂട്ട് തന്നെ ഇപ്പോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാൻ ഡു ഇറ്റ്. നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. റൂമല്ല, ഒരു ഹോസ്റ്റലാണ്. ഞാൻ ലാസ്റ്റ് ടൈം വന്ന് ഇവിടെ സ്റ്റേ ചെയ്തപ്പോൾ ഉള്ളൊരു ഹോസ്റ്റൽ തന്നെയാണ്. നല്ല ഹോസ്റ്റലാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തത്. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുക്കണം.